നമ്മൾ കണ്ണൂർ ഡെക്കാത്തലോണിൻ്റെ പുതിയൊരു ഷോറൂം താഴ്ചയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാനുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ഷോറൂം ഒറ്റൊരു ഫ്ലോറിലാണ്. അപ്പോൾ ഡെക്കാത്തലോൺ എന്ന് പറയുന്ന ബ്രാൻഡ് പല ആൾക്കാർക്കും അറിയാത്തത് ഇപ്പോൾ ഉണ്ടാവും അല്ലേ. നമുക്ക് സ്പോർട്സ് ഐറ്റംസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ ഉള്ളത് ആയിരിക്കും അധികം ഇവിടെ തന്നെ ഉണ്ടാവും. ഒരുവിധം എല്ലാ സ്പോർട്സ് ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടാനുണ്ടാവും, അതായത് ഡെക്കാത്തലോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം തന്നെ പറയാം, ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പല സാധനങ്ങളും മിസ്സിംഗ് ആണ്. ഞാൻ പോയാലും എല്ലാ സാധനങ്ങളും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് സാധനങ്ങളൊക്കെ വരുന്നുള്ളതിലാണ് പറഞ്ഞത്. അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. കാരണം വെച്ചാൽ ഏതൊരു ഷോപ്പിലാണെങ്കിലും ഉദ്ഘാടനത്തിൻ്റെ സമയത്താണ് പല ആൾക്കാർ ആദ്യം തന്നെ കയറുന്നത്. കാരണം ഡെക്കാത്തലോൺ കണ്ണൂർ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഫസ്റ്റ് കയറുന്ന ആൾക്കാരാണ് ഇത് ഇവിടെ എത്രയൊക്കെ ഉള്ളൂ, അല്ലെ ഇതൊക്കെ ഉള്ളൂ, നമുക്ക് വേണ്ട ആ സാധനങ്ങളൊന്നും വെറുതെ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു സൈഡിലെ കാറ്റഗറി ആൾക്കാർ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇവർ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ഡെക്കാത്തലോണിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുന്ന മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മൗത്ത് പബ്ലിസിറ്റിയിൽ ആൾക്കാർ വരും. അല്ലാണ്ട് പ്രൊമോഷൻ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ നേരിട്ട് വന്നിട്ട് മേടിക്കുന്ന ഒരുപാട് ആൾക്കാർ നേരിട്ട് കണ്ട് വന്ന് ഫീൽ ചെയ്തിട്ട് അങ്ങനെ മേടിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയ വഴി അല്ലാണ്ട് കേട്ടറിഞ്ഞ് വരുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് നമുക്ക് എന്നും ഏത് സമയത്തും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓഡിയൻസും കൂടി നമുക്ക് പിടിക്കണ്ടെങ്കിൽ അതാണ് ഒരു വഴി. ഇവിടെ പിന്നെ ഞാൻ കണ്ട ഒരുപാട് ഷൂസിൻ്റെ സെലക്ഷൻസ് ഒരുപാടുണ്ട്. പലതരത്തിലുള്ള ബൂട്ടായാലും വർക്കൗട്ട് ഷൂസ് ആയാലും അങ്ങനെയൊക്കെയുള്ള പരിപാടി ഒരുപാടുണ്ട്. പിന്നെ ഡെക്കാത്തലോണിൻ്റെ മെയിൻ സവിശേഷത എന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്താൽ സൈക്കിളൊക്കെ ആണെങ്കിലും ഓടിച്ച് നോക്കിയിട്ടാണെങ്കിലും അങ്ങനെ എന്താണ് നമുക്ക് അവിടെ നിന്ന് കുട്ടികളൊക്കെ കാണില്ല. പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് വന്നാൽ നല്ല രസം കേട്ടോ. അതായത് ഞാൻ ഡെക്കാത്തലോണിൽ പോകാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു, അതായത് എന്താ പറയുക, ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഒരുപാടുണ്ട്. സാധനങ്ങൾ നൽകണ്ട, ഇതേപോലെയുള്ള ഓടിച്ച് കളിക്കുക, എന്താണെങ്കിലും നോക്കി നോക്കാം. അപ്പോൾ ആ സമയത്ത് പേരൻസിനെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഡെക്കാത്തലോണുണ്ട്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മറ്റേതൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഏരിയ ഇല്ല, ഒറ്റൊരു ഫ്ലോറിലാണ് ഉള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോസ്മോസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ബ്രാൻഡും ഈ ഒരു ബ്രാൻഡും തമ്മിൽ ഇനി വരുന്ന സമയത്ത് കുറച്ചൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ. പക്ഷേ എങ്കിൽ ഡെക്കാത്തലോൺ എന്ന് പറഞ്ഞൊരു ഫാൻ ബേസ് എപ്പോഴും ഉണ്ടാവും. ഇനി നമുക്ക് ഡെക്കാത്തലോൺ മുഴുവനായിട്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അതായത് ഒരു ഓവറോൾ എന്താണ് നമ്മൾ ഷോപ്പിൽ കയറുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ഒരു വ്യൂ ആണിത്. ഇതൊക്കെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത് കറന്റ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയുള്ളത്. ഇന്ന് ഉദ്ഘാടന ദിവസമായിരുന്നു, ആൾക്കാരൊക്കെ അറിഞ്ഞ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ണൂർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാർക്കറ്റ്, അതായത് കച്ചവടം ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറുന്നുണ്ട് എല്ലാം കൊണ്ടും. അങ്ങനെയുള്ള മൈൻഡിലേക്ക് ആൾക്കാർ മാറുന്നുണ്ട്, പല ബിസിനസ്സും വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കണ്ണൂർ ഇവർക്ക് ഡെക്കാത്തലോൺ നല്ലൊരു മാർക്കറ്റായിട്ട് മാറുന്നുള്ളത് ഉറപ്പാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞാനിവിടെ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ പുറത്തുള്ളവർക്കെല്ലാം എല്ലാം ചിന്തിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം അല്ലേ. ലൊക്കേഷൻ വരുന്നത് താഴെച്ചുവൻ്റെയും മേലെച്ചുവൻ്റെയും സെൻറ്ററിൽ റോഡ് സൈഡിൽ തന്നെ ആയിട്ടാണ്.